പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ രമണി ടീച്ചർ, റിട്ടയേർഡ് ടീച്ചർ. കൂട്ടുകാരെ, മലയാള സാഹിത്യത്തിലെ പ്രശസ്തരായ കവികളെയും അവരുടെ കൃതികളെയും പരിചയപ്പെടുത്തുന്ന പുതിയൊരു പംക്തി ആരംഭിക്കുകയാണ്. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ചെറുശ്ശേരി നമ്പൂതിരിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ സാഹിത്യലോകത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാനാണ് അദ്ദേഹം. ചെറുശ്ശേരിയുടെ പേരിനെ പറ്റിയും ജീവിതകാലത്തെ പറ്റിയുമെല്ലാം ഭിന്ന അഭിപ്രായങ്ങളാണുള്ളത്. എന്നാലും 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമെന്ന് സാമാന്യമായി പറയാം. കോലത്ത് നാട്ടിലെ രാജാവായ ഉദയവർമ്മൻ്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി. കൃഷ്ണഗാഥ എഴുതാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി കാവ്യത്തിൽ തന്നെ സൂചനയുണ്ട്. കോലത്ത് നാട്ടിലെ രാജാവായ ഉദയവർമ്മൻ ചതുരംഗക്കളിയിൽ തോൽക്കുമെന്നായപ്പോൾ രാജപത്നി കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാനെന്ന ഭാവത്തിൽ എന്ന് നീട്ടിപ്പാടി. അത് ശ്രദ്ധിച്ച രാജാവ് ആളെ ഉന്തി ചതുരംഗക്കളിയിൽ വിജയിച്ചു. സന്തുഷ്ടനായ രാജാവ് ഈ ശീലിൽ ഒരു കാവ്യമെഴുതാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ടിൻ്റെ രചനയെന്ന് പറയപ്പെടുന്നു. പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവർക്കും രസനീയമായിട്ടുള്ള അതിമനോഹരമായ കാവ്യമാണ് കൃഷ്ണഗാഥ. അച്യുതൻ തന്നൂടെ നൽചരിതങ്ങൾ ഞാൻ അജ്ഞേരായുള്ളോർക്കു ബോധിപ്പാനായി പ്രാജ്ഞനല്ലെങ്കിലും ഇങ്ങനെ നിർമ്മിച്ചു സജ്ജനം വാഴ്ത്തുമെന്നോർത്തല്ലൊട്ടും. സജ്ജനം മുമ്പിലി ഗാഥയെ കാട്ടുവാൻ ലജ്ജ പൂണ്ടേതുമേ ചാലേ വല്ലേൻ. വേണുറ്റു നിന്നുള്ള മാണിക്യക്കൽ കൊണ്ടു വാണിഭം ചെയ്യുന്ന വൈശ്യൻ മുമ്പിൽ. പ്രസ്തുത വരികളിൽ നിന്ന് തന്നെ കവിയുടെ വിനയഭാവം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂട്ടുകാരെ, ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തതായി എഴുത്തച്ഛനെ പറ്റിയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.